സുരേഷ് ഏട്ടൻ പുലിയാണ് കേട്ടോ. സുരേഷ് ഏട്ടനെ സത്യത്തിൽ ഇവിടെ എല്ലാവരും വിളിക്കുന്ന അമ്പിളിച്ചേട്ടനാണ് അല്ലേ? ജഗദീഷ് ശ്രീകുമാരേട്ടനെ അമ്പിളിച്ചേട്ടൻ എന്ന് വിളിച്ച് നമുക്ക് പരിചയമുണ്ട്. അമ്പിളിച്ചേട്ടനായിട്ട് ജഗദീഷ് ശ്രീകുമാർ കഴിഞ്ഞാൽ പിന്നെ ആരെന്ന് ചോദിച്ചാൽ സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടനെ പരിചയപ്പെട്ടത് തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിൽ പലരും നമുക്ക് അധ്വാനിക്കാൻ മനസ്സുണ്ടാവും, പക്ഷേ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു ചിന്ത ഉണ്ടാവില്ല. നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് തരത്തിലുള്ള മെഷീൻസ് നമ്മുടെ കയ്യിൽ വേണം എന്നൊക്കെയുള്ള ചിന്തയാണ് അല്ലേ സുരേഷ് ഏട്ടാ? പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നതെന്ന് ആദ്യം പറയുക, അത് ഞാൻ കേൾക്കട്ടെ. അത് സ്റ്റില്ല് തന്നെയാണ് ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ കഴുതുരുട്ടി ഏരിയയിൽ കൊണ്ടുവന്നു അങ്ങനെ അവിടെ വെച്ച് മുറിച്ചു തുടങ്ങിയത്. ഭയങ്കര സിമ്പിൾ അല്ലേ ഇത്? ഇപ്പൊ നിങ്ങൾ ആ ജോലി ചെയ്യുന്ന കണ്ടപ്പോണ്ടല്ലോ, നിങ്ങൾ മറ്റേ നമ്മൾ ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ ഭയങ്കര ഒരു സ്വാഭാവികത എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾ ഇതിന്റെ ഒരു എക്സ്പേർട്ട് സൂപ്പർ സ്റ്റാർ ആയി. 24 വർഷമായി. അതെ, 24 വർഷമായിട്ട് നിങ്ങൾ സ്റ്റില്ലിന്റെ പുറകെയാണോ? ശരി, എന്തുകൊണ്ടാണ് സ്റ്റിൽ ഇന്ത്യ പോലൊരു കമ്പനി? വേറെ കംപ്ലൈന്റുകളൊന്നുമില്ല, മറ്റുള്ള മെഷീനായിട്ടുള്ള കംപ്ലൈന്റുകളൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ച് പിന്നെ 24 വർഷത്തിനിടയിൽ പല മെഷീനുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം ഇല്ലേ? ആ എക്സ്പീരിയൻസിൽ നിന്നാണ് സ്റ്റില്ലിനോട് ഇത്രയേറെ അല്ലെ ഒരു പ്രിയം തോന്നാനുള്ള കാരണം. പിന്നെ മറ്റൊന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇതേ അഭിപ്രായം ലോകത്താകമാനം. ഇപ്പോൾ ലോകത്താകമാനം നമ്മൾ സ്റ്റിൽ ഇന്ത്യയുടെ ഇതിവിടെ സ്റ്റില്ലിന്റെ പ്രോഡക്റ്റുകളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന മോഡലുകളാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 4 മോഡലുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ 3 മോഡലുകളാണ് ഇദ്ദേഹം ഇന്നത്തെ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. ഇനി ഒരു മോഡലുണ്ട് സർവീസ് സെന്ററിലേക്ക് ഇന്നിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ആയിരിക്കും തോന്നുന്നു. ഇവരുടെ സർവീസ് ഉണ്ടല്ലോ ആദ്യം ഗംഭീരമാണ്, ഇദ്ദേഹത്തിന് അതിൽ ഭയങ്കര വിശ്വാസവുമാണ്. ഇവരുടെ ആഫ്റ്റർ സർവീസ് എങ്ങനെയുണ്ട്? സെയിൽസിന് നല്ല സർവീസാണ്. സ്റ്റിൽ കൃഷി ഉപകരണങ്ങൾ പരിവർത്തനം കൊണ്ടുവരുന്നു.